ഭയങ്കരമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് വടകര. കെ മുരളീധരനും കെ ശൈലജയും തമ്മിലാണ് മത്സരം നടക്കാൻ പോകുന്നത്. കെ മുരളീധരൻ ഇവിടെ വട്ടിയൂർക്കാവ് MLA ആയിരിക്കെ ഇവിടുന്ന് പോയ ആളാണ്. അതെ, കഴിഞ്ഞ തവണ കെ മുരളീധരൻ ചെയ്തത് MLA ആയിരുന്നപ്പോൾ പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു എന്നതാണ്. ഇത്തവണ എതിർ സ്ഥാനാർത്ഥി കെ ശൈലജ, അതേപോലെ തന്നെ മട്ടന്നൂർ MLA ആയിരിക്കുകയാണ്. മാത്രമല്ല കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരുന്നു കെ ശൈലജ സ്വന്തമാക്കിയത്. കെ ശൈലജ തന്നെ, ശൈലജ ടീച്ചർ കണ്ണൂരിൽ മത്സരിക്കുമോ വടകരയിൽ മത്സരിക്കുമോ എന്നതായിരുന്നു അവസാനം വരെ ഉണ്ടായിരുന്നത്. എന്തായാലും വടകര മണ്ഡലം നമുക്കറിയാം, അത് LDFൻ്റെ ഒരു കുത്തക മണ്ഡലം തന്നെയായിരുന്നു. നിരവധി കാലം KP ഉണ്ണികൃഷ്ണനാണ് വടകരയെ പ്രതിനിധീകരിച്ചത്. പിന്നീട് AK പ്രേമജവും P സതീദേവിയുമെല്ലാം, അതിനു മുമ്പേ O ഭരതനും വടകരയുടെ MP മാരായിരുന്നിട്ടുണ്ട്. അതിൻ്റെ മുന്നേയുള്ള ചരിത്രം വേറെ. അപ്പോൾ ആ മണ്ഡലം മുല്ലപ്പള്ളി രാമചന്ദ്രനിലൂടെയാണ് CPMന് കൈവിട്ടു പോകുന്നത്. പിന്നെ 2 തവണ മുല്ലപ്പള്ളി, അതിനുശേഷം കെ മുരളീധരനും അവിടെ നിന്ന് പാർലമെൻറ്റിലേക്ക് എത്തുന്നു. വടകര എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കുക എന്നതാണ് CPMൻ്റെ ലക്ഷ്യം. പിന്നെ അത്രത്തോളം എളുപ്പമാകാൻ സാധ്യതയില്ല. കാരണം ഈ പറഞ്ഞതുപോലെ TP ചന്ദ്രശേഖരനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെല്ലാം നിൽക്കുന്ന ഈ പറഞ്ഞ ഉഞ്ചിയും KK രമ MLA ആയിരിക്കുന്ന വടകര മണ്ഡലവും വടകര നിയമസഭാ മണ്ഡലവും നിൽക്കുന്നത് അവിടെയാണ്. നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ CPMനുണ്ടായിരുന്ന ഒരു അപ്രമാദിത്വം ജനങ്ങൾക്കിടയിൽ അത്രത്തോളം ഉണ്ടെന്നും CPMൻ്റെ ഒരു മിഷണറി നന്നായി വർക്ക് ചെയ്താൽ പോലും നന്നായി വീർക്കേണ്ടി വരും എന്നുകൂടെ ഇക്കാര്യത്തിൽ നമുക്ക് പറയേണ്ടി വരും. ഈ TP കേസ് ബിനോയ് പറഞ്ഞപ്പോഴാണ് അത് വീണ്ടും ചർച്ചകളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസത്തെ കോടതി വിധിക്ക് ശേഷം വീണ്ടും അത് വലിയ ചർച്ചകളിലേക്ക് വരികയാണ്. ഇന്ന് ലീഗ് നേതാവ് KM ഷാജി അതിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങളിലൂടെ TP കേസ് വീണ്ടും ചർച്ചകളിൽ ഉയർന്നു നിൽക്കുമ്പോൾ തീർച്ചയായും അത് CPMനെ തന്നെയാണ് ബാധിക്കാൻ പോകുന്നത്. മറ്റൊരു കാര്യം, നമ്മളിവിടെ തുടക്കം മുതൽ പറയുന്നത് CPM വളരെ പ്രമുഖരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി എന്നാണ് നമ്മൾ പറഞ്ഞതും. അല്ലെങ്കിൽ ഇന്നലെ ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നത് മുതൽ നമുക്ക് എല്ലാ മാധ്യമങ്ങളിലും കാണാൻ കഴിയുകയും ചെയ്യുന്നത്. പക്ഷേ നമ്മളൊരു കാര്യം എടുത്ത് പരിശോധിച്ചാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും CPM കളത്തിലിറക്കിയതെല്ലാം പ്രമുഖരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ്. ഇപ്പോൾ വടകരയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്ന ഒരു കാര്യം. അതായത് നേരത്തെ രജീഷ് പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു പാർട്ടി മിഷനറി, ഏറ്റവും ശക്തമായിട്ടുള്ള അടിത്തറയുള്ള, ഏറ്റവും നന്നായി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി മിഷനറി CPMന് ഉണ്ടായിരിക്കെ തന്നെ അതത് കാലത്തെ മാറ്റങ്ങളുണ്ട്, സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ശബരിമല പ്രക്ഷോഭത്തിന് ശേഷം ഉണ്ടായ ഒരു സവിശേഷ സാഹചര്യം തന്നെയായിരുന്നു അത്. പിന്നെ ഒന്ന്, രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം, മറ്റ് രാഷ്ട്രീയ ഘടകങ്ങളെല്ലാം ഉണ്ട്. അല്ല, ഇവിടെ പറഞ്ഞു വന്നത് കഴിഞ്ഞ തവണയും പ്രമുഖരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് CPM രംഗത്തിറക്കിയത്. വടകരയുടെ കാര്യത്തിൽ CPMന് അന്ന് രംഗത്തിറക്കാൻ കഴിയുന്ന ഏറ്റവും പ്രമുഖനായ നേതാവ് P ജയരാജനായിരുന്നു അവിടെ LDF സ്ഥാനാർത്ഥിയായി. പ്രമുഖൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഒന്ന് ജില്ലാ സെക്രട്ടറിയാണ് P ജയരാജൻ. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ P ജയരാജനെ CPMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പവറാണ്. ഈ ഏറ്റവും ശക്തമായ, ഏറ്റവും അടിത്തറയുള്ള ജില്ല എന്നുള്ള നിലയ്ക്ക്. അപ്പം അത്രയും ശക്തമായ ഒരു സ്ഥാനത്ത് നിന്ന് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി. ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് പോയി MV ജയരാജൻ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുത്തു. അപ്പം അന്ന് തന്നെ പാർട്ടി P ജയരാജനെ ഒതുക്കുകയാണ് എന്നൊരു ആരോപണം വന്നിരുന്നു. P ജയരാജനോടൊരു അനിഷ്ടമുണ്ട്, PJ ആർമിയൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം ഈ പറഞ്ഞ പിണറായി വിൽറ്റിനോട് അത്ര വലിയൊരു മമത കാണിക്കാത്ത, ഞാനും വേണമെങ്കിൽ സംസ്ഥാനം ഭരിക്കാൻ യോഗ്യനാണെന്ന് സ്വയം വിചാരിക്കുന്ന, അല്ലെങ്കിൽ അത്രത്തോളം ഒരു ജനപിന്തുണ കണ്ണൂരിൽ എനിക്കുണ്ട് എന്ന് കാണിക്കുന്ന ഒരാളാണ് P ജയരാജൻ. അദ്ദേഹത്തിൻ്റെ ഒരു ആ ഒതുക്കൽ, P ജയരാജനെ ഒതുക്കുകയായിരുന്നു എന്ന സംശയം പലരും നിരീക്ഷിച്ച കാരണം അതിന് ഒന്നുകൂടി അടിവരയിടാവുന്ന ഒരു കാരണം, അന്ന് ജില്ലാ സെക്രട്ടറിമാരായി ഒന്ന് P ജയരാജൻ മത്സരിച്ചു, മറ്റൊന്ന് കോട്ടയത്ത് മത്സരിച്ച ഇപ്പോഴത്തെ മന്ത്രി വാസവൻ പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹം വീണ്ടും അവിടെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരിച്ചെത്തി. പക്ഷേ P ജയരാജനെ പിന്നീട് സെക്രട്ടറി ആക്കിയില്ല CPM, ജില്ലാ സെക്രട്ടറി ആക്കിയില്ല. അപ്പോൾ ഈ ഒതുക്കൽ ആക്കേണ്ട കാര്യം വെച്ചാൽ അത് രാജിവെപ്പിക്കേണ്ട കാര്യം തന്നെ ഇല്ല. ഇപ്പോൾ ജയിക്കുകയാണെങ്കിൽ രാജിവെച്ചിട്ട് മറ്റൊരാളല്ല. CPMൻ്റെ ഒരു രീതി അനുസരിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും ജില്ലാ സെക്രട്ടറി ചുമതല മറ്റൊരാളാണെങ്കിൽ വാസവൻ തിരിച്ചു വരേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനെ വീണ്ടും ജില്ലാ സെക്രട്ടറിയുടെ പദവി കൊടുക്കാത്തത് കൊണ്ട് ഈ ഒതുക്കൽ വാദത്തിന് ശക്തിയുണ്ട്. പക്ഷേ അതേ പറയാം, തീർച്ചയായും പറയാം. പക്ഷേ അതേ ഒതുക്കൽ വാദം തന്നെ ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ KK ശൈലജയുടെ കാര്യത്തിലും ആരോപിക്കപ്പെടുന്നുണ്ട്. അത് ശരിയാണ്. ഒരു ഒതുക്കലിൻ്റെ ഭാഗമായിട്ടാണോ ശൈലജ ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കുന്നത് എന്നത് എന്തായാലും ആ ചർച്ച അതിന് വേറെ അടിസ്ഥാനമുണ്ട്. കാര്യം ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ മന്ത്രിസഭയിലെ എല്ലാവരും
പുറത്തു പോവുകയും മന്ത്രിസഭയിൽ നിന്ന് പുറത്തു പോവുകയും പുതിയ ആൾക്കാരെല്ലാം മന്ത്രിമാരായി വരികയും മുഖ്യമന്ത്രി മാത്രം തുടരുകയും ചെയ്തൊരു സാഹചര്യം. ഒന്ന്, കെ ശൈലജ ആയിരിക്കും രണ്ടാം വട്ടം മുഖ്യമന്ത്രി, CPM-ന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പിണറായി വിജയൻ ആയിരിക്കില്ല എന്ന മട്ടിൽ നടന്നൊരു പ്രചരണം. പാർട്ടിക്കുള്ളിലും പൊതുജനത്തിൻ്റെ ഇടയിലും കെ ശൈലജയ്ക്ക് ഉള്ളൊരു ജനസമ്മതി, ശൈലജ ടീച്ചറമ്മ എന്നുള്ള പേരിൽ കോവിഡ് സമയത്ത് അവർ മന്ത്രിയായിരിക്കും, അവരുടെ പ്രവർത്തനങ്ങൾക്ക് കിട്ടിയ ഒരു അംഗീകാരം, മാക്സസെ പുരസ്കാരം അവർക്ക് കിട്ടിയിട്ട് പാർട്ടി നിർദ്ദേശപ്രകാരം നിഷേധിക്കേണ്ടി വന്നൊരു സാഹചര്യം, ഒരു ഇരയുടെ ഭാവമുണ്ട് അവർക്ക് പാർട്ടിക്കകത്ത് മൊത്തത്തിൽ. പക്ഷേ അവരിപ്പോഴും പാർട്ടിക്കാരിയായി, അഴിമതി പാർട്ടിയായി അങ്ങനെ നിലകൊള്ളുമ്പോഴും ഈ പറഞ്ഞ പ്രതിച്ഛായയുടെ ഒരു ഗുണം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ പോരാട്ടത്തിൽ, വടകര നടക്കുന്ന മത്സരത്തിൽ മുരളീധരന് ഇതൊരു ശക്തയായ എതിരാളിയായിരിക്കും. മുരളീധരൻ തന്നെ അത് പറഞ്ഞു, ശക്തയായ സ്ഥാനാർത്ഥിയാണ്, കരുത്തരോടെ ഏറ്റുമുട്ടുന്നതാണ് എനിക്ക് താല്പര്യമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. എന്തായാലും കടുത്ത മത്സരം നടക്കാൻ പോകുന്ന മണ്ഡലങ്ങളിലൊന്ന് തന്നെയാണ് വടകര. കാരണം CPM-ന് അത്രയും അടിത്തറയുള്ളൊരു മണ്ഡലമാണ്. പക്ഷേ കഴിഞ്ഞ 3 തവണയായി കോൺഗ്രസ് ആണ് അവിടെ വിജയിക്കുന്നത്. കരുത്തരായ സ്ഥാനാർത്ഥികളാണ് ഇരു പാർട്ടികൾക്കും, കോൺഗ്രസിനും CPM-നും രംഗത്തിറക്കാൻ കഴിയുന്നതിൽ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.